ഒത്തടിയമർന്ന് അമർച്ചയിൽ ഇടത്ത് വെച്ച് വലത്ത് തൂക്കി, വലത് വഴിയിലോട്ട് മാറി ഇടത്തേതും കൂട്ടി വാങ്ങിയമർന്ന് അമർച്ചയിൽ ഇടത്ത് വെച്ച് വലത്ത് തൂക്കി, അതവിടെ വെച്ച് അടിക്കെട്ടി ചവിട്ടി വലിഞ്ഞമർന്ന്. 9 ചാൺ അഥവാ 96 അങ്കുലം നീളമുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ 4448 നാടിഞരമ്പുകളും 206 അസ്ഥികളും സ്ഥിരാഞരമ്പുകൾ ഉൾപ്പെടെ 72,000-ഉം 96 തത്വങ്ങളും നവദ്വാരങ്ങളും വിനാഴികയിൽ 6 ശ്വാസവും ജലമഞ്ഞാഴിയും രുധിരമട 2 ഇടങ്ങഴിയും പഞ്ചഭൂതങ്ങളും ദേശാധിപാതവും പാതാതികേശവും കേശാധിപാതവും കൊണ്ടുള്ള ഉടൽക്കുറു ശരീരത്തിലുള്ള മർമ്മതായങ്ങൾ ഇടപിങ്കല വലപിങ്കല സുഷുമ്ന തന്നിൽ അകമ്പുറം ആകെ ഒരു മനുഷ്യശരീരത്തിൽ 108 മർമ്മതായങ്ങൾ കുലമർമ്മങ്ങൾ 64 21,600 ശ്വാസഗ്രന്ഥികൾ 27 കോടി തലനാരുകൾ 3.5 കോടി രോമങ്ങൾ. നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ കളരിപ്പയറ്റൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കരാത്തെ പഠിക്കാൻ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസുകൾ ഉണ്ടാവും, സാഹചര്യങ്ങളായും വ്യക്തികളായും ഒക്കെ തന്നെ. അങ്ങനെ ഉണ്ടായ ഒരു ഒബ്സ്റ്റക്കിൾസിൻ്റെ കഥയും അതിനെ നമ്മൾ പ്രതിരോധിക്കാനുണ്ടായ തന്ത്രങ്ങളുമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കള്ളക്കയ്യ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക്, കാര്യങ്ങളിലേക്ക്. കുട്ടിക്കാലത്ത് സ്വന്തമായി അധ്വാനിച്ച് ആദ്യമായി മേടിച്ച മാജിക്കിൻ്റെ പുസ്തകം CN പ്രദീപ് സാറിൻ്റെ മാജിക് എന്ന് പറയുന്ന പുസ്തകം. അപ്പം അന്നൊക്കെ അറിയാലോ, നമ്മൾ പൈസ അയക്കണം ആദ്യമായിട്ട്. അപ്പോൾ അത് DD ഒക്കെ എടുത്ത് അയച്ച് അതിന് പുസ്തകം വരാനായിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മൾ ശരിക്കും പോസ്റ്റ് ഓഫീസിൽ പോയിരിക്കുക. നമ്മുടെ വിചാരം ഈ പൈസ അയച്ച് അവിടെ കിട്ടുന്ന, നമ്മൾ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന്, പഴയ കാലമായിട്ടുള്ള വ്യത്യാസത്തോടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് അന്ന് 12 രൂപയുടെ ഒരു പുസ്തകമാണ്. ഇത് നമ്മൾ അയച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വിചാരം പിറ്റേ ദിവസം മുതൽ വരും. അപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു പോസ്റ്റ്മാൻ ഒരാളുണ്ട്, രാമേന്ദ്രൻ ഞാൻ എന്ന് പറയും, എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. പുള്ളി പറയും, മോനെ ഞാനത് വീട്ടിൽ കൊണ്ടെത്തിച്ചോളാം, ഇന്ന് വരത്തില്ല, കാരണം അവർക്ക് അവിടെ പൈസ കിട്ടിയിട്ട് മാത്രമേ വരുള്ളൂ. പക്ഷേ ഞാൻ സമ്മതിക്കില്ല, ഞാൻ എന്നും രാവിലെ പോസ്റ്റ് ഓഫീസിൽ ചോദിക്കും ഇന്ന് വന്നു, കാരണം ഇതൊരു ആകാംക്ഷയാണ്. ആ ആകാംക്ഷയിൽ നിന്നാണ് മാജിക് എന്ന് പറയുന്ന കല പഠിക്കാനായിട്ട് ഇടയായത്. അങ്ങനെ 94കളിലാണ് നമ്മൾ ശരിക്കും മർമ്മങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചിറങ്ങുന്നത്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. കാരണം നമ്മളിന്ന് ഈ കരാത്തയും കുങ്ഫു ഒക്കെ പഠിക്കാൻ പോകുന്ന കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ തൊട്ടടുത്തൊരു കളരി ആശാനുണ്ട്. ആശാൻ എപ്പോഴും വിളിച്ചിട്ട് പറയും, എടാ നിനക്ക് മർമ്മങ്ങൾ അറിയോ, എത്ര നാടിഞരമ്പുണ്ടെന്നറിയോ, എത്ര ശ്വാസക്കുഴലുകളുണ്ടെന്നറിയോ, ഇതൊക്കെ അറിയാതെ നീ എന്ത് കല പഠിക്കാനാണ്, വിദേശ കലകൾക്കൊന്നും അതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നും പറഞ്ഞ് നമ്മളെ എങ്ങനെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. കളി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഈ അദ്ദേഹത്തിൻ്റെ കളി കാണാൻ വേണ്ടി ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് അന്ന് നമ്മുടെ കൂടെ ഉണ്ട് സുരേഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ ഒരു പയ്യനാണ്, എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ വളരെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചു തുടങ്ങിയ ആളാണ്. അപ്പോൾ ഈ സുരേഷ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഒരെണ്ണം അടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചേറെ കള്ളക്കൈകളന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതുപോലുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇവരെ ഞങ്ങൾ പൊതുവിൽ വിളിക്കുന്നത് ഈ കളരിത്തറ ആശാന്മാരെന്ന്. അതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്, കളരിത്തറ ആശാന്മാർ, മനസ്സിലായോ? തറ ആശാന്മാരെന്നുള്ളത് നമ്മുടെ ഇവിടെ പലയിടത്തും കേട്ടിട്ടില്ല. നമ്മൾ ഈ പ്രായമുള്ളവരെ ചേർത്ത് വിളിക്കുന്നതിലെ കടുംവെട്ടെന്ന് വിളിക്കാറുണ്ട്. കടുംവെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റബ്ബർ വെട്ടുന്നിടത്ത് പെടരാറായ മരത്തെയാണ് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഇലക്ട്രിക്കലൊക്കെ പഠിച്ചവരാണ് ടെംപ്ലർ സ്വിച്ച് എന്ന് പറയും, പഴയ നമ്മളിങ്ങനെ അമർത്തുന്ന സ്വിച്ച്. ഇങ്ങനെയുള്ളവർ പലപ്പോഴും പുതിയ തലമുറയ്ക്ക് ഒരു അപവാദം തന്നെയാണ്. കാരണം വെച്ചാൽ ഇവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ചില തന്ത്രങ്ങൾ ഞങ്ങൾ അന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു, 94 കാലഘട്ടത്തിലൊക്കെ. അന്ന് ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ ഈ മർമ്മങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹം ഗുരുക്കന്മാരെ തരികയും അദ്ദേഹത്തിൻ്റെ ആ ബെഡിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ താഴെ ഇരുന്ന് എഴുതിയെടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ബുക്കുകൾ എഴുതിയതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ 94 എന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് അത് എഴുതിയെന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുമൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കള്ളക്കൈകളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തതല്ല, നിവൃത്തികേട് കൊണ്ട് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ക്രാമാഗയൊക്കെ വെച്ചിട്ട് പ്രാക്ടിക്കൽ മാർഷൽ ആർട്സ് മാത്രമായിട്ട് ചെയ്യാൻ പോയതാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം വന്നതുകൊണ്ടാണ് അതിനൊരു ഉത്തരം കൊടുത്തിട്ട് ചെയ്യാമെന്ന് കണ്ടിട്ട് നമ്മൾ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡയറി എന്ന് പറയുന്നത്. ഇതിനകത്താണ് നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാമെന്ന് മർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ 94 ഓർക്കണം. ആ ഇതിനെയാണ് പലപ്പോഴും ചോദ്യം ചെയ്യാറുള്ളത്, നിങ്ങൾക്ക് ഇന്നതറിയുമെന്നൊക്കെ തന്നെ. അതൊക്കെ കൊടുത്ത മറുപടി അത് പുസ്തകത്തിലൂടെയല്ല, നേരിട്ട് കൊടുത്ത മറുപടി എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം ഇങ്ങനെ ഈ ചെറിയ ആൾക്കാരില്ലേ, ചിലപ്പോൾ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ചൊറിയാൻ വരുന്നവന്മാർ, അവർക്കുള്ളൊരു നല്ല പണിയായിരിക്കും ഇത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്ത് നോക്കുക, 100% റിസൾട്ടാണ്. നമുക്ക് വേണ്ടതും കള്ളക്കൈകളാണ്. ഇവിടെ ഞങ്ങൾ കൊടുത്ത കള്ളക്കൈ നോക്കണേ. അടിക്കുമ്പോൾ ഇത് തട്ടും, ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്.
ഇട്ട് കൊടുക്കുക. നമ്മൾ അവൻ തട്ടാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്ത നമ്മുടെ കാല് നോക്കിയാൽ കാലിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് കയറണം. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ക്ലിയറായോ? അതായത് നമ്മൾ ഇത് അടിക്കുമ്പോൾ ഇത് തട്ടുന്ന ശ്രദ്ധയിലായിരിക്കും അവൻ. അപ്പോൾ ഇത് ശരിക്കും നമ്മളൊരു ഷോൾ എന്നാണ് പറയുന്നത്. ഷോൾ എങ്ങനെ വരുമോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് അടിക്കുമല്ല, ഇതൊരു ഷോൾ എങ്ങനെ വരുമോ അതുപോലെ വന്നാൽ ഇവിടെ മടക്കുണ്ട് കൃത്യമായി. ഇവിടുന്ന് ഈ അടി കൃത്യമായിട്ട് പവർഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റിയാൽ ഒരിക്കലും ഈ എതിരാളിക്ക് തട്ടാൻ കഴിയില്ല. ഇത് കള്ളക്കൈ 1 ഇനി കള്ളക്കൈ 2. കള്ളക്കൈ 2 നമ്മൾ തട്ടും, ആൾക്ക് ഇട്ട് കൊടുക്കും. ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. ഇത് ഇവിടുന്ന് ഒഴിഞ്ഞിട്ട് കണ്ടോ നേരെ കൊടുക്കണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇത് തട്ടുക, നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞിട്ട് നേരെ കൊടുക്കുക. കണ്ടോ ഈ പോയിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആൾ താഴെ പോകും. ഇത് 2ാമത്തെ കള്ളക്കൈയാണ്. ഇനി 3ാമത്തെ കള്ളക്കൈ. 3ാമത്തെ കള്ളക്കൈയിൽ ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്ന ഈ കാലിൻ്റെ മറവ് കണ്ടോ, ഈ കാലിൻ്റെ മറവ് കയറി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഫേസ് ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ഇവിടെ കിട്ടിയോ? അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പിടിക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാം. ഇവിടെ കിട്ടിയോ? ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ കള്ളക്കൈ 3 എന്താ ചെയ്യുന്നത്? ഇങ്ങനെ വരുന്നു. നമ്മൾ ഒരു കാരണവശാലും ചെയ്യുമ്പോൾ അങ്ങോട്ട് നോക്കരുത്. നോക്കിയാൽ എതിരാളിക്ക് ഇൻറ്റൻഷൻ മനസ്സിലാവും, എൻ്റെ നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ മെല്ലെ അടിച്ചു, നമ്മൾ നേരെ കയറി പോന്നു, കൊടുക്കുന്നു, കൃത്യമായിട്ട് പിടിക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇനിയും കള്ളക്കൈ 4. കള്ളക്കൈ 4 നമ്മൾ ചെയ്യാൻ നോക്കുക. തട്ടാൻ ഇട്ട് കൊടുത്തു, കയ്യെ ഇവിടെ കൊടുക്കണ്ട. അപ്പോൾ ഈ കൈ ഇവിടെ അടിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്നാണ് അടിക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ അടിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കൈ തട്ടാൻ കൊടുത്തു, എന്തോ അപ്പുറത്തെ കയ്യിലോട്ട് പോയി ഇത് കൊടുക്കുക. ഓക്കെ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് താഴെ പോകും. ഇതിനെല്ലാം കള്ളക്കൈകളെന്നാണ് വിളിക്കുന്നെങ്കിലും ഇന്നത്തെ കാലത്തിനനുസരിച്ച് പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതായിരിക്കും. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ കുറച്ചേറെ വായ്ത്താരികൾ, അതിനുശേഷം വന്ന കുറച്ച് കാര്യങ്ങളില്ലേ പഴയ റേഡിയോയ്ക്കകത്ത് കേട്ട കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇവർക്ക് കൃത്യമായി അറിയാവുന്നത്. ശരിക്കും ഈ ആശാനോട് ചില കാര്യങ്ങൾ പിന്നീട് സൗഹൃദപരമായ കാര്യങ്ങളായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ രസകരമായ കാര്യം, ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ നാഡീഞരമ്പുകൾ അറിയില്ല എന്നുള്ളതാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒഴിഞ്ഞ കുടം മാത്രമേ ഒച്ചയുണ്ടാക്കൂ, നിറഞ്ഞ കുടം ഒരിക്കലും ഒച്ചയുണ്ടാക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ മുതൽ ഇങ്ങനെയുള്ള താഴേക്ക് പോകുന്ന, നമ്മളെ താഴ്ത്തി വലിക്കുന്ന വീഡിയോകൾ ചെയ്യാനായിട്ട് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഇത് ഇവിടെ കൊണ്ടൊന്ന് ഈ ചാപ്റ്റർ ക്ലോസ് ആകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.